അസ്സലാമു അലൈക്കും. പലരും പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ജീവജാലങ്ങളെ കൊല്ലുന്നത് ക്രൂരതയല്ലേ? എന്നിട്ടും കാരുണ്യത്തെക്കുറിച്ച് ഏറെ പറയുന്ന ഇസ്ലാം എന്തുകൊണ്ടാണ് മാംസാഹാരം കഴിക്കാൻ അനുവദിച്ചത്? യഥാർത്ഥത്തിൽ ഇവിടെ പൂർണ്ണ സസ്യാഹാരം കഴിക്കുന്നവർ പോലും മറ്റ് ജീവികളെ ഹിംസിക്കാറില്ലേ? ഈ പ്രകൃതിയെ നാം നിരീക്ഷിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. 3 തരം ജീവികളുണ്ട്. ഒന്ന്, പൂർണ്ണമായും മാംസാഹാരം കഴിക്കുന്നവർ. നരിയും സിംഹവുമൊക്കെ ആ കൂട്ടത്തിൽപ്പെടും. അവയുടെ പല്ലുകൾ, ദഹനേന്ദ്രിയം ആ സ്വഭാവത്തിലുള്ളതാണ്. വേറെ ചില ജീവികളുണ്ട്, പൂർണ്ണമായും സസ്യാഹാരം മാത്രമേ കഴിക്കാറുള്ളൂ. മുയലും ആടുമൊക്കെ ആ ഗണത്തിൽപ്പെടുന്നു. അവയുടെ പല്ലുകൾ പരന്നവയാണ്, ദഹനേന്ദ്രിയം അതിന് പറ്റിയവയാണ്. എന്നാൽ മനുഷ്യന്റെ പ്രകൃതി വളരെ വ്യത്യസ്തമാണ്. അവൻ യഥാർത്ഥത്തിൽ മിശ്രബുക്കാണ്. മിശ്രാഹാരമാണ് അവൻ കഴിക്കാറുള്ളത്. സസ്യാഹാരത്തിനും മാംസാഹാരത്തിനും പറ്റിയ പല്ലുകളാണുള്ളത്. പരന്ന പല്ലുകൾ അവനുണ്ട്, മൂർത്ത പല്ലുകളുമുണ്ട്. അതോടൊപ്പം തന്നെ ദഹനേന്ദ്രിയവും 2 തരം ഭക്ഷണവും കഴിക്കുവാൻ പാകത്തിലുള്ളവയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രകൃതിയുടെ ഭാഗമാണ് മറ്റുള്ളവയെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുക എന്നത്. സസ്യങ്ങൾ നിലനിൽക്കുമ്പോൾ മറ്റ് സസ്യങ്ങൾ അത് ഉപയോഗിക്കുന്നു. മാത്രമല്ല, ചിലപ്പോൾ ജീവികളെയും ഉപയോഗിക്കുന്നു. ചില സസ്യങ്ങൾ വളർന്നു വരാൻ ചില ജീവികൾ മറ്റ് ജീവികളെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഒരു ജീവിയെയും കൊല്ലാത്ത ഒരാളും ഈ ഭൂമിയിലില്ല എന്നതാണ് വസ്തുത. നമ്മുടെ ശരീരത്തിൽ ഒരു മുറി ഉണ്ടായാൽ അവിടെ അണുക്കളുണ്ടാകുമല്ലോ. ആരെങ്കിലും അണുക്കൾ ജീവിക്കട്ടെ എന്ന് കരുതി അവിടെ മരുന്ന് ഒഴിക്കാതിരിക്കും? നമ്മുടെ വയറ്റിൽ കൃമികളുണ്ടായാൽ അവിടെ ജീവിക്കട്ടെ, അവയെ കൊല്ലാൻ പാടില്ല എന്ന് കരുതി ആരെങ്കിലും മരുന്ന് കഴിക്കാതിരിക്കാറുണ്ടോ? നമ്മുടെ കട്ടിലിൽ മൂട്ടയുണ്ടായാൽ മൂട്ടയ്ക്ക് താമസിക്കാനുള്ള കട്ടിലാണ്, അവ അവിടെ ജീവിക്കട്ടെ എന്ന് തീരുമാനിക്കാറുണ്ടോ? അവയ്ക്കുള്ള ആഹാരം നമ്മുടെ രക്തമാണ്, കുടിച്ചുകൊള്ളട്ടെ എന്ന് തീരുമാനിക്കും. കൊതുക്കൾ മുട്ടയിടുന്ന മലിനജലം വീട്ടിനടുത്തുണ്ടായാൽ മരുന്ന് തെളിച്ച് കൊതുവിൻ്റെ മുട്ടയെയും കൊതുക്കളെയും ഒക്കെ കൊല്ലാൻ ശ്രമിക്കാറില്ലേ? യഥാർത്ഥത്തിൽ മറ്റൊന്നിനെയും കൊല്ലാത്ത ആരും ഇവിടെ ഇല്ല എന്നതാണ് വസ്തുത. നാം കൃഷി ചെയ്യാൻ വേണ്ടി നിലം ഉഴുതാറുണ്ട്, കിണർ കുഴിക്കാറുണ്ട്, കുളം കുഴിക്കാറുണ്ട്, വീടുണ്ടാക്കാറുണ്ട്. അവിടെയെല്ലാം അടിയിൽ എത്ര ജീവികളാണ് കൊല്ലപ്പെടാറുള്ളത്? അതുകൊണ്ട് സസ്യബുക്കുകൾ ഒന്നിനെയും കൊല്ലാത്ത തീർത്തും അഹിംസവാദികളാണ് എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. അങ്ങനെ ഈ ഭൂമിയിൽ ആരുമില്ല എന്നാണ് വസ്തുത. അത് നമ്മൾ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യന്റെ നിലനിൽപ്പിന് മറ്റ് ജീവജാലങ്ങളെ ഉപയോഗിക്കേണ്ടി വരും. സസ്യങ്ങൾക്കും ജീവനുണ്ടല്ലോ, അവയ്ക്ക് വികാരമുണ്ട്. സസ്യാഹാരം കഴിക്കുന്നവരും സസ്യങ്ങളുടെ വികാരങ്ങളെ വർണ്ണപ്പെടുത്തുന്നവരാണ്, അവയെ ഭക്ഷണമായി ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരവസ്തു കൂടിയാണ് മാംസവും മത്സ്യവുമൊക്കെ. ലോകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ജീവിക്കുന്നത് അവ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനാൽ അവയെ തങ്ങളുടെ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ക്രൂരതയാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അത് ഈ പ്രകൃതി നിയമത്തോടും പ്രകൃതി വ്യവസ്ഥയോടും പൊരുത്തപ്പെടുന്ന ജീവിത രീതിയാണ്. മറിച്ചങ്ങനെ കഴിക്കുകയില്ല എന്ന് പറയുന്നതാണ് പ്രകൃതി വിരുദ്ധമായ സമീപനം. അതോടൊപ്പം തന്നെ അവരും ജീവജാലങ്ങളെ കൊല്ലുന്നു എന്നതാണ് വസ്തുത. എന്നാൽ പലരും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സസ്യാഹാരം മാത്രം കഴിക്കുന്നു എന്ന് അവകാശപ്പെടുകയും ഇതര ജീവികളെയൊക്കെ ഉപയോഗിച്ച് മാംസാഹാരം കഴിക്കുന്നവരെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. തീർത്തും അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് അല്പം ആലോചിച്ചാൽ ബോധ്യമാകും.